ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് അമേരിക്ക സ്വർഗമാണോ സ്വപ്ന തുല്യമാണോ എന്നൊക്കെയുള്ള ഒരു ടോപ്പിക്. ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എനിക്ക് ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നു. ബട്ട് ഹിയർ ഐ ആം എഗെയിൻ ഡൂയിങ് ദ സെയിം വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് യു ഡോണ്ട് ഹാവ് ടു വാച്ച് ദിസ് വീഡിയോ. അതിനകത്ത് പറഞ്ഞ സെയിം കാര്യങ്ങൾ വിത്തൗട്ട് എനി അഡീഷൻ ഓർ എഡിഷൻ, നത്തിങ്. ഐ ആം ഡൂയിങ് ദ സെയിം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലും പറയുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ദാറ്റ് വീഡിയോ ആൻഡ് മൂവ് ഓൺ ടു സംതിങ് എൽസ്. സോ എനിവേ, അപ്പോൾ എന്നെ കാണുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്ക ഒരു സ്വർഗ്ഗഭൂമിയാണോ, അമേരിക്ക ഒരു സ്വർഗമാണോ, അമേരിക്കയിലുള്ള ജീവിതം സ്വപ്ന തുല്യമാണോ, ഇനിയിപ്പോൾ അമേരിക്കയിലെങ്ങാനും നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ജീവിതം മറ്റേ പാട്ടുള്ള പോലെ സ്വപ്നത്തിലോ അങ്ങനെ ആവോ ഇല്ലയോ എന്നുള്ളത് മേ ബി എൻ്റെ ഇവിടുത്തെ ഒരു മോർ ദാൻ 5 years ആയി ഞാൻ ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ വന്നിട്ട് ഇവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതം ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗതുല്യമാവോ സ്വപ്ന തുല്യമാവോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരും നമ്മൾ സ്വപ്നം കാണുന്ന ജീവിതം അനുസരിച്ചിരിക്കും അല്ലേ. ഇപ്പം നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ജീവിതം ആയിരിക്കത്തില്ല ഒരിക്കലും എൻ്റെ സ്വപ്നത്തിലുള്ള ജീവിതം. പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ ഉള്ള കുറച്ച് നല്ല കാര്യങ്ങളും എനിക്ക് അത്രയ്ക്ക് നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ പെർസ്പെക്റ്റീവ്സിലുള്ള കാര്യങ്ങളാണ്. ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. സോ ലെറ്റ് us move on to the topic. ഫസ്റ്റ് ഓഫ് ഓൾ, അമേരിക്ക ഈസ് സോ ബ്യൂട്ടിഫുൾ. അമേരിക്ക ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ക്ലീൻ. നമ്മളിവിടെ പുറത്തിറങ്ങിയാൽ ഇവിടെ റോഡിലൊന്നും അങ്ങനെ വലിയ ചപ്പും ചവറുകളൊന്നും കാണത്തില്ല. എല്ലാം നല്ല പച്ച പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗി, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അമേരിക്ക എപ്പോഴും. അതൊരു ഭയങ്കര ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ അതിലും കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഈസ് ബ്ലെസ്ഡ് വിത്ത് ലോട്ട് ഓഫ് നാച്ചുറൽ വണ്ടേഴ്സ്. ഈ ലോകത്തിൽ തന്നെ കുറേ വണ്ടേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം ഏത് രീതിയിലുള്ള വണ്ടേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടം ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ യു ഹാവ് നയാഗ്ര വാട്ടർഫോൾസ് ഹിയർ. ആൻഡ് അതല്ല, നിങ്ങൾക്ക് ഇപ്പം വെള്ളമല്ല, ചില ആൾക്കാർക്ക് മലകളും അങ്ങനത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം. കുറേ മലനിരകളുണ്ട് ഇവിടെ. മലനിരകളിൽ തന്നെ വേൾഡ് വണ്ടർഫുൾ ആയിട്ടുള്ള യു ഹാവ് ഗ്രാൻഡ് കാനിയോൺ. പിന്നെ യൂട്ട ആ സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ കുറേ നാഷണൽ പാർക്സ് ഒക്കെ ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ടുള്ള നമ്മൾ ഇവിടെ ഭൂമിയിൽ തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള പല പല ഭയങ്കര കാഴ്ചകളൊക്കെ, നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് ഇനിയിപ്പം ഈ ഒത്തിരി ട്രക്കിംഗ്, ഹൈക്കിംഗ്, കാടും മലയൊക്കെ കയറി ഇറങ്ങി നടക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ലോട്ട് ഓഫ് ട്രെയിൽസ് ഹിയർ. നമുക്കിപ്പം നിങ്ങൾ എവിടെ താമസിച്ചാലും നിങ്ങളുടെ വീടിനൊരു 2-3 മൈലിന് ചുറ്റളവിൽ കുറേ ട്രെയിൽസ് കാണും. അത് കൂടാണ്ട് തന്നെ ഭയങ്കര അടിപൊളി, ഭയങ്കര വണ്ടർഫുൾ ട്രെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ പല 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 ഡിഫറെൻറ്റ് വേൾഡ് വണ്ടർഫുൾ ആയിട്ടുള്ള ട്രെയിൽസ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഭംഗിയുള്ള കുറേ ട്രെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. വി ഹാവ് എവറിത്തിങ് ഹിയർ. പക്ഷേ എന്നും ഈ നാച്ചുറൽ വണ്ടേഴ്സ് ഒക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. നൗ ലെറ്റ് us കം ഇൻ ടു ദ റിയാലിറ്റി. റിയൽ ലൈഫിലോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ജീവൻ നിലനിന്ന് പോകാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? വേറൊന്നുമല്ല, ഈ ലോകത്ത് ഫ്രീ ആയിട്ട് വരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഓക്സിജൻ, നല്ല ശുദ്ധവായു. നിങ്ങൾക്ക് ഇവിടെ നല്ല ശുദ്ധവായു കിട്ടും. ഇപ്പം നിങ്ങളിപ്പോൾ സിറ്റിയിലൊന്നും അല്ല താമസിക്കുന്നത്, സിറ്റി തന്നെ താമസിക്കണമെന്നില്ല. ഇവിടെ ഒത്തിരി സബർബ് അല്ലെന്നുണ്ടെങ്കിൽ കൺട്രി സൈഡും ഒക്കെ ഒത്തിരി ഉണ്ട്. അമേരിക്ക ഈസ് ഹ്യൂജ്, വാസ്റ്റ്, ലോട്ട് ഓഫ് ലാൻഡ് ഈസ് ഹിയർ. അപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി താമസിക്കാം. ഇപ്പം സബർബിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ശുദ്ധവായു പുറത്തിറങ്ങി നിന്നാലും അല്ല വീട്ടിനകത്ത് തന്നെയാണെങ്കിലും യു വിൽ ഗെറ്റ് നല്ല ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് ഇങ്ങനെ ജീവിക്കാൻ പറ്റും. കാരണം നമ്മുടെ ചുറ്റിനും ഒത്തിരി മരങ്ങളും കാടുകളും ട്രെയിൽസും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ജീവൻ നിലനിന്ന് പോകാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള ശുദ്ധവായു എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ആൻഡ് ദ വെരി സെക്കൻഡ് തിങ്, ഇനി നമുക്ക് ജീവിച്ചു പോകാനായിട്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് വേണ്ട എല്ലാ സാധനത്തിനും നമ്മൾ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. യെസ്, ഇനി മണിയുടെ ബേസിസിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന കാര്യങ്ങളും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങളിപ്പോൾ നാട്ടിൽ അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ്, അത്യാവശ്യം നല്ല ജോലിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നാട്ടിൽ ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 അല്ലെ 4 to 5 times ഒക്കെ ബെറ്റർ സാലറി ഇവിടെ നിങ്ങൾക്ക് കിട്ടും. സാലറി കിട്ടുമ്പോൾ തന്നെ, നല്ല പൈസ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ കാശ് കൊടുത്തിട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നല്ല ക്വാളിറ്റി, നല്ല അടിപൊളിയാണ്. നമ്മുടെ വായു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവൻ നിലനിന്ന് പോകാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട എന്താണ്? നല്ല ഫുഡ് കഴിക്കണം അല്ലേ. ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നല്ല ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കിട്ടും. ഇവിടെ ഈ രാജ്യത്ത് വെറൈറ്റി ഓഫ് ആൾക്കാരുണ്ട്. അപ്പം എല്ലാ ആൾക്കാർക്കും പറ്റിയ
എല്ലാവിധ ഗ്രോസറി ഐറ്റംസും എല്ലാവിധ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും എല്ലാം നമുക്കിവിടെ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഓരോ ഗ്രോസറി ഷോപ്പിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പർട്ടിക്കുലറായിട്ട് ഓർഗാനിക് വേർഷനിലുള്ള അതിൻ്റെ കറക്റ്റ് ഓർഗാനിക് വേർഷൻ അത്ര ശുദ്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കിട്ടും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടും. സോ ഇൻ ദാറ്റ് വേ നിങ്ങൾക്ക് ഇവിടെ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ശുദ്ധവായുവായി, ഫുഡ് ആൻഡ് റിസോഴ്സസ് ആയി. ഇനി അടുത്തത് നമുക്ക് വീട്ടിൽ ഇരുന്ന പോലല്ലോ, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടേ അല്ലേ. ഇനി അടുത്ത മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളിപ്പോൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് അനുസരിച്ചിരിക്കും. അമേരിക്കയിലെ ചില സ്റ്റേറ്റ്സിനൊന്നും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അത്രയ്ക്കും അടിപൊളിയൊന്നും അല്ല. അപ്പം എന്തായാലും നമ്മളിവിടെ വന്നു കഴിയുമ്പം നമ്മളിവിടെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും നമ്മളൊരു കാറൊക്കെ മേടിക്കും. കാറ് മേടിക്കുക എന്നുള്ളത് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പം നാട്ടിൽ നമ്മൾ ഭയങ്കര വലിയ കാറ്, ഭയങ്കര ലക്ഷൂറിയസ് കാറുകൾ എന്ന് വിചാരിക്കുന്നില്ലേ, ടെസ്ല, ബെൻസ്, മിനി കൂപ്പർ, അങ്ങനെയുള്ള കാറുകളൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ കുറച്ച് ലക്ഷറി ആണല്ലോ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു അത് നമുക്കിപ്പം ഇവിടെ ജോലി രണ്ടുപേരും വർക്ക് ചെയ്യുവാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കാഷ്വലായിട്ട് നമുക്ക് കാറൊക്കെ മേടിക്കാൻ പറ്റും. ചിലപ്പം ഇപ്പോൾ ഹസ്ബൻഡും വൈഫ് രണ്ടുപേരും വർക്കിംഗ് ആണ്, രണ്ടുപേർക്കും രണ്ട് സ്ഥലത്തോട്ടാണ് ജോലിക്ക് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും കാറ് കാണുമായിരിക്കും. അതൊക്കെ ഇവിടെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് അതൊക്കെ നിങ്ങൾക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ കാറ് മേടിച്ച് കഴിഞ്ഞിട്ട് ഈ കാറും ഓടിച്ചുകൊണ്ട് ഏത് റോഡിൽ കൂടെ ഞാൻ പോകും, റോഡൊക്കെ നല്ലതാണോ എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. ഇത് റോഡൊക്കെ ഭയങ്കര സൂപ്പറാണ്. നിങ്ങൾ കാറും എടുത്തങ്ങ് ഇറങ്ങിയാൽ മതി. നല്ല അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് നല്ല സീനറിയൊക്കെ കണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റും. സോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, കാർ, ഓൾ ദോസ് ഫെസിലിറ്റീസ് ആർ സോ ഗുഡ് ഹിയർ. ഇനിയിപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് എ സിസ്റ്റമാറ്റിക്കലി റൺ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ആവശ്യത്തിനും, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോകണം അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനാണെങ്കിലും നിങ്ങൾ മുൻകൂറായിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് കുറേ അങ്ങനെ ടൈം മാനേജ്മെൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് പോകും. നിങ്ങളുടെ ടൈമൊന്നും അങ്ങനെ വേസ്റ്റ് ആകത്തില്ല. പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് തന്നെയല്ല, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനെ കാണാൻ പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും നമ്മളിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ മുൻകൂറായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ടേയിരിക്കും. അത് കാരണം നമുക്കറിയാം ഇന്ന ദിവസം ഞാൻ അവിടെ പോവുകയാണെന്നുള്ളത് ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് ആയിരിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സിസ്റ്റമാറ്റിക്കലി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണിത്. അപ്പം നിങ്ങൾക്ക് ടൈം നല്ല സേവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം, നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രൈവറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ദിസ് കൺട്രി ഈസ് ഡെഫിനറ്റ്ലി ഫോർ യു. പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലോട്ടും ആരും വരണ്ട, എനിക്കും ആരുടെ വീട്ടിലോട്ട് പോവുകയും വേണ്ട, എനിക്ക് ആരോട് സംസാരിക്കാൻ വേണ്ട, എന്നോട് ആരും സംസാരിക്കാൻ വരികയും വേണ്ട. അതാണ് നിങ്ങളുടെ മോട്ടോ, അതാണ് നിങ്ങളുടെ ലൈഫിലെ ആറ്റിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് കൺട്രി ഈസ് വെരി മച്ച് ഗുഡ് ഫോർ യു. ആരും നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടാനും, നിങ്ങൾ എന്താ സംസാരിക്കാത്ത, നിങ്ങൾ എന്താ ആ ഫംഗ്ഷൻ വരാത്ത, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാത്ത അങ്ങോട്ട് വരാത്ത, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ആരും കാണത്തില്ല. ഈ കാര്യത്തിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു പ്രൈവറ്റ് കാര്യത്തിലും പ്രൈവറ്റ് മീൻസ് പേഴ്സണൽ കാര്യത്തിൽ ആരും ഇടപെടത്തില്ല. ലൈക്ക് നിങ്ങൾ എന്താ വണ്ണം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്താ മെലിഞ്ഞിരിക്കുന്ന, നിങ്ങൾ എന്താ വെളുത്തിരിക്കുന്ന, കറുത്തിരിക്കുന്ന, ഇങ്ങനെയുള്ള നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോയാൽ ഫേസ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഇവിടുത്തെ നാട്ടുകാർ എന്തായാലും വരത്തില്ല. ബട്ട് ലൈക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുള്ള മലയാളീസ്, ലൈക്ക് ഇന്ത്യക്കാരുടെ കാര്യം എന്താ നിൽക്കാതെ, ഐ എം ടോക്കിംഗ് ജനറലി അബൌട്ട് പീപ്പിൾ ഹിയർ. അപ്പം കുറേയൊക്കെ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനായിട്ട് പറ്റും. ഇപ്പം ദാറ്റ്സ് അനദർ ഗുഡ് തിങ് ഹിയർ. അങ്ങനെയുള്ള ലൈഫ് എൻജോയ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമായിരിക്കും ഇത്. പിന്നെ ഇവിടുത്തെ വർക്ക് കൾച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിലുള്ള എന്തായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്കിവിടെ നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു റെസ്പെക്റ്റ് തരുന്ന ഒരു വർക്കിംഗ് കൾച്ചറായിരിക്കും ഇവിടെ ഉള്ളത്. അല്ലാതെ ഇപ്പം നമ്മളെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്ന രീതിയിലോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പൊതുവെ കുറവായിരിക്കും. നമ്മളെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. ലൈക്ക് അമേരിക്കൻസ്, ലൈക്ക് വൈറ്റ്സിൻ്റെ ഒക്കെ മെജോറിറ്റി ഉള്ള ഒരു കമ്പനിയിലാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇവിടുത്തെ ബേസിക് വർക്ക് കൾച്ചർ. നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുന്ന അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചും റെസ്പെക്റ്റ് കിട്ടും. പിന്നെ അനാവശ്യമായിട്ട് ജഡ്ജ് ചെയ്യാനൊന്നും നിങ്ങളെ ആരും വരത്തൊന്നുമില്ല. നിങ്ങൾ എന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെയുള്ള കുഞ്ഞു മൈന്യൂട്ട് മൈക്രോ മാനേജ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. ഇതിൽ വ്യത്യാസ അനുഭവമുള്ളവരൊക്കെ കാണുമായിരിക്കും. ബട്ട് ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ബിൽഡ് ചെയ്യുന്ന വേറൊരു ക്വാളിറ്റിയാണ്. നമ്മളറിയാതെ നമുക്ക് കുറേ കോൺഫിഡൻസ് ഒക്കെ നമ്മളറിയാതെ തന്നെ ബിൽഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ
ഐ തിങ്ക് അമേരിക്ക ഈസ് ദ നമ്പർ 1 കൺട്രി ഇൻ ദ വേൾഡ് അല്ലേ. അപ്പം നമ്മൾ അഹങ്കാരം പറയുമല്ല കേട്ടോ, നമ്മളിപ്പം നാട്ടിലൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് ഇതുവരെ കിട്ടാഞ്ഞ ഒരു റെസ്പെക്റ്റ് ഒക്കെ കിട്ടും. നാട്ടുകാർക്കൊക്കെ ഒരു പ്രത്യേക തരം സ്നേഹം. നമ്മൾ അമേരിക്കയിൽ നിന്ന് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു റെസ്പെക്റ്റും അല്ലെ ഒരു സ്നേഹവും ഒരു പരിഗണന, അതൊക്കെ ഒരു വേറൊരു ലെവൽ തന്നെയാണ്. അപ്പം നാട്ടുകാർ ഇതുവരെ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത പല ആൾക്കാരും നമുക്ക് ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തന്നുകൊണ്ടേയിരിക്കും. അത് ഇതിൻ്റെ ഒരു ബോണസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആൻഡ് മേജർ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം നിങ്ങൾ ഒരുപക്ഷെ നാട്ടിൽ ഒത്തിരി ബന്ധുക്കളുടെ ഇടയിൽ, ഒത്തിരി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഒത്തിരി കല്യാണങ്ങളും ഒക്കെ കൂടിയോ, ഒത്തിരി പ്രോഗ്രാംസും അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ ലൈഫിൽ ഒന്ന് സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നോളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു പരിപാടിയും നടക്കില്ല, നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുക. അതല്ല, നിങ്ങൾക്ക് ഇതൊക്കെ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു സോഷ്യൽ ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ലോൺലിനെസ്, കുറച്ചൊരു ഒറ്റപ്പെടലൊക്കെ ഭയങ്കരമായിട്ട്, കുറച്ചല്ല നല്ല രീതിയിൽ അനുഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ ബിൽഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പക്ഷെ ഫ്രണ്ട്സൊക്കെ ബിൽഡ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഈസി അതായിരിക്കും. ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമായിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ വേവ് ലെങ്തിലുള്ള ആൾക്കാരെയൊക്കെ കിട്ടാനും ഒക്കെ പാടായിരിക്കും. അതിപ്പോൾ ഓരോരുത്തരുടെ ഒരു കഴിവൊക്കെ അനുസരിച്ചിരിക്കും. അപ്പം എങ്കിലും നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സോഷ്യൽ ലൈഫും ആ ഒരു സോഷ്യൽ കൾച്ചറൊന്നും എനിക്കിവിടെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടി ഒരു പ്രൈവറ്റ് ലൈഫായിരിക്കും. അത് എൻജോയ് ചെയ്യുന്നവർക്ക് ഇത് ഒത്തിരി നല്ലതാണ്. അല്ലാതെയുള്ളവർ യു ഹാവ് ടു ഡബിൾ തിങ്ക് ബിഫോർ യു മൂവ് ഹിയർ. കാരണം ചില സമയം പിന്നെ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടെ എപ്പോഴും നമ്മുടെ രാജ്യമല്ല ഇത്, നമ്മുടെ ഇത് വേറൊരു രാജ്യമാണ്. ഇപ്പം ഈ അമേരിക്ക എന്നല്ല, എനിക്ക് തോന്നുന്ന വേറെ ഏത് രാജ്യത്ത് ജീവിച്ചാലും നമുക്ക് നമ്മുടെ രാജ്യമല്ല എന്നുള്ളൊരു ഭയങ്കര ഫീൽ ഉണ്ടല്ലോ. ചില ദിവസം എനിക്കിങ്ങനെ വെറുതെ, ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നും, ചില ദിവസം ഞാനിങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നും, അയ്യോ ഞാൻ ഇത് എവിടെയാണ്, ദാറ്റ് ഐ ഡോണ്ട് ബിലോങ് ഹിയർ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് നമുക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. അപ്പം അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള എനിക്ക് നമ്പർ 1 ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതിനെ ഓവർകം ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നവരും കാണുമായിരിക്കും. ഒത്തിരി ഇങ്ങനെ അസോസിയേഷൻ, മലയാളി അസോസിയേഷൻ, അതിലും ഇതിലൊക്കെ പോയി നല്ല ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഒത്തിരി ബിൽഡ് ചെയ്ത് ആക്റ്റീവായിട്ട് പോകുന്നവരും കാണുമായിരിക്കും കേട്ടോ. ബട്ട് ഐ ഡോണ്ട് നോ, ലൈക്ക് അത് നമുക്ക് നാട്ടിലുള്ള ഒരു കൾച്ചറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ ദാറ്റ് ഈസ് 1 പോയിന്റ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ലൈക്ക്, പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസ്. ചില സമയം അമേരിക്കയിൽ എനിക്ക് തോന്നുന്ന മിക്ക സ്റ്റേറ്റ്സിലും എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ആണ് ഉള്ളത്. ലൈക്ക് വിൻ്റർ ആകുമ്പോൾ നല്ല തണുപ്പ്, സമ്മർ ആകുമ്പോൾ അത്യാവശ്യം നല്ല ചൂട്, അങ്ങനെയുള്ള എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് നിങ്ങളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് എന്ന് പറയുമ്പം എനിക്കിപ്പം പെൻസിൽവേനിയയിൽ എനിക്ക് തോന്നുന്നു നല്ല ഒരു വെതർ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്ന ഒരു 3 to 4 months ഒക്കെ കാണത്തുള്ളൂ. ബാക്കി കൂടുതലും നമുക്ക് വിൻ്റർ, പിന്നെ സമ്മർ ആണെങ്കിൽ തന്നെ ഭയങ്കര ചൂടായിരിക്കും. സമ്മറിൽ നമുക്ക് ഡേ ടൈമിലൊക്കെ പുറത്തിറങ്ങാൻ പാടായിരിക്കും. പിന്നെ ഒരു സ്പ്രിങ്, ഓട്ടം ആ ഒരു സമയത്തൊക്കെയാണ്, ഒരു 3-4 മാസത്തിനാണ് നമുക്ക് കൂളായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന കുറച്ച് സമയങ്ങളൊക്കെ അങ്ങനെ കിട്ടാറുള്ളൂ. അപ്പം കുറച്ച് നാൾ നമ്മളിവിടെ ജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും. ആദ്യം എനിക്കിവിടെ വന്നപ്പം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ സൺലൈറ്റ് ഇല്ലാത്ത, വിൻ്ററൊക്കെ ആകുമ്പോൾ ഒട്ടും സൺലൈറ്റ് ഒന്നും കാണത്തില്ല, നേരത്തെ രാത്രിയാവും, സൺലൈറ്റ് വളരെ കുറവായിരിക്കും. മിക്ക ദിവസങ്ങളിൽ സൺലൈറ്റ് ഇല്ലാണ്ട്, ഒട്ടും ഇല്ലാണ്ട് 1-2 ആഴ്ചകളൊക്കെ അങ്ങ് പോവാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. ഐ തിങ്ക് നമ്മൾ ഗ്രാജുവലി അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അപ്പം വേറൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ അർജൻറ്റായിട്ട് ഇപ്പം എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി കെയറിലൊക്കെ പോകാൻ പറ്റും. അതല്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് ചിലപ്പം ലേറ്റ് ആവും. ലൈക്ക് 2 or 3 weeks ചിലപ്പം 1 month ഒക്കെ വരെ പോവാം. ഇപ്പം നിങ്ങൾക്കൊരു നടുവേദനയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു ഓർത്തോനെ കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പുള്ളിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് ചിലപ്പം ലേറ്റ് ആവും. അപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഇവിടെ വരും. അതാണ് എനിക്ക് വേറൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്.
പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ സപ്പോസ് മോസ്റ്റ്ലി നിങ്ങൾ ഇങ്ങോട്ട് ആൾക്കാർ വരുന്നത് ഇപ്പോൾ പഠിക്കാനായിട്ടാണ്, ഈ സ്റ്റുഡൻറ് വിസയിൽ വരുന്നവർ കാണും, ഇപ്പോൾ ജോലി ചെയ്യാനായിട്ട് H1B വിസ, ജോബ് വിസയിൽ വരുന്നവർ കാണും. അങ്ങനെ വിസയിൽ വരുന്നവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ വരുന്നത് ചിലപ്പം ഓക്കെ ഞാനിവിടെ പഠിച്ചിട്ട് കുറച്ച് നാൾ ഇവിടെ ജോലി ചെയ്തിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും നമ്മൾ വരുന്നത്. പിന്നെ ഇവിടെ വന്ന് കുറച്ച് നാൾ ഇവിടെ ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് ഇഷ്ടപ്പെടും, എന്നിട്ട് നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം വരും. പക്ഷെ പെട്ടെന്ന് ഇനിയിപ്പോൾ ഇവിടെ പെർമനന്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ ഗ്രീൻ കാർഡ് കിട്ടി ഇവിടെ പെർമനന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേനും നമ്മൾ എപ്പോഴും വിസയിലായിരിക്കും. അപ്പോൾ വിസയിലായിരിക്കുമ്പോഴത്തേനും വിസ എന്ന് പറഞ്ഞ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫായിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് എന്ന് വിസ പോയാൽ നമുക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും. എപ്പോഴെങ്കിലും നമ്മൾ ജോലിയും വിസയും എപ്പോഴും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. വിസ പോയാൽ ജോലി പോവും, ജോലി പോയാൽ വിസ പോവും. വിസയും ജോലിയും ഏതെങ്കിലും ഒരെണ്ണം പോയാൽ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരും. അതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം നമ്മൾ എപ്പോഴും ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഈ ഒരു സൈക്കിളിൽ കൂടെ നമുക്കിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കേണ്ടി വരും. നമുക്കൊരു പെർമനൻസി ഉണ്ടാകത്തില്ല. അതല്ല ഇനിയിപ്പോൾ നമുക്ക് ഗ്രീൻ കാർഡ് കിട്ടാം, ഗ്രീൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം, ഗ്രീൻ കാർഡിന് വേണ്ടി ശ്രമിക്കാം എന്നൊക്കെ വിചാരിച്ചാലും അതിനും ഭയങ്കര അൺസർട്ടൺ ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ് ഉള്ളത്. സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ലൈഫാണ് വിസ കാറ്റഗറി ഉള്ളവരുടെ ലൈഫ്. അതല്ലാണ്ട് ഇപ്പം ഫാമിലി ഗ്രീൻ കാർഡൊക്കെ കിട്ടി വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഓക്കെ, നിങ്ങൾ ഗ്രീൻ കാർഡായിട്ടല്ല വരുന്നത്. ഗ്രീൻ കാർഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ യൂഷ്വൽ നമ്മൾ ഇവിടുത്തെ ഏകദേശം ഇവിടുത്തെ ആൾക്കാരുടെ പോലെ തന്നെ, സിറ്റിസൺസിന്റെ പോലെ തന്നെയാണ്. സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വോട്ടും കൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അൺസർട്ടനിറ്റി എപ്പോഴും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കാണും. പിന്നെ വേറൊരു കാര്യം, നാട്ടിൽ നിന്നുള്ള ദൂരം, ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് തോന്നാറുണ്ടെന്നല്ല, ആണ്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് നാട്ടിലോട്ടൊന്ന് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റത്തില്ലല്ലോ. ടിക്കറ്റ് കിട്ടി വീട് വരെ എത്തുമ്പോഴത്തേനും എങ്ങനെയായാലും 2 ദിവസം. പെട്ടെന്ന് ടിക്കറ്റ് കിട്ടിയാലും ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. ഒരു ലോങ് ജേർണിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് USA കാനഡ ആയിരിക്കും ഏറ്റവും ദൂരത്ത് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങൾ. ആൾക്കാർ ഇമിഗ്രേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ ഈ 2 രാജ്യങ്ങളായിരിക്കും. അപ്പം നാട്ടിൽ നിന്ന് നമ്മൾ ഒത്തിരി ദൂരെയാണെന്നുള്ള ഒരു വിചാരം എപ്പോഴും നമുക്ക് വേണം. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 5 വർഷം മുന്നേ ഫസ്റ്റ് ഇങ്ങനെ ആയിപ്പോയ ഞാനൊരു കാര്യമാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ ഞെട്ടി ആലോചിച്ചിരുന്ന ഒരു കാര്യമാണ്, അയ്യോ ഞാൻ എത്രയോ ദൂരമാണ് നാട്ടിൽ നിന്ന് ഞാനിങ്ങനെ ഞെട്ടിയിരുന്നിട്ടുണ്ട്. അപ്പം അത് വേറൊരു കാര്യമാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ വരത്തില്ല, ഒന്നിനും ഒരു അഭിപ്രായം പറയാനായിട്ട് ആരും കാണത്തില്ലെന്ന്. ചില സമയം ഇത് എൻ്റെ ഒരു ഇതാണ് കേട്ടോ. ചില സമയമൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. കാരണം ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ കോളേജിലും അല്ലെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോഴത്തേനും നല്ലൊരു ഒപ്പീനിയൻ പറയാൻ, അല്ലെങ്കിൽ ഇത് കൊള്ളാമല്ലോ, ഇത് എവിടുന്നാ മേടിച്ച്, ഇങ്ങനെയൊക്കെ ചോദിക്കാനൊക്കെ നമ്മുടെ ചുറ്റിനും ആരെങ്കിലുമൊക്കെ കാണുമല്ലേ. ചില സമയം നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യും. അതാണ് വേറൊരു കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുത്തെ കുറച്ച് നല്ല കാര്യങ്ങളും അത്യാവശ്യം എനിക്ക് അത്ര നല്ലതല്ല എന്ന് തോന്നിയ മിക്ക കാര്യങ്ങളും പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ. നിങ്ങൾ ഇവിടെ വന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? അമേരിക്കൻ ലൈഫ്, എന്നെങ്കിലും അമേരിക്കയിലോട്ട് വരണം, അമേരിക്കയാണ് എൻ്റെ സ്വപ്ന ഭൂമി, സ്വപ്നം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദാറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ. ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ നൈസ് കൺട്രി. ഇവിടെ എന്താ പറയുന്ന, ഇപ്പം എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് കുറേ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തതും എൻ്റെ കരിയർ ഗ്രോത്തിന് സഹായിച്ചതും എൻ്റെ ഫിനാൻഷ്യൽ ഒരു ഗ്രോത്തിന് സഹായിച്ചതും എല്ലാം ഈ ഒരു രാജ്യമാണ്. ഐ റെസ്പെക്ട് ദിസ് കൺട്രി. പക്ഷേ എന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും നമ്മുടെ രാജ്യത്തോട് ഒരു പ്രത്യേക ഒരു സ്നേഹമായിരിക്കുമല്ലോ. ആ ഒരു സ്നേഹം എപ്പോഴും എനിക്ക് എൻ്റെ നാടിനോടുണ്ട്. ബട്ട് ദിസ് കൺട്രി ഈസ് ഡെഫിനറ്റ്ലി ഗുഡ്. അപ്പം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു ജീവിതം എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിൽ കൂടെ എന്നെ അറിയിക്കും. ഐ വിൽ സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ഇനി ഈ ഒരു രീതിയിലുള്ള അമേരിക്കയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ കൂടെ അറിയിക്കും. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ യു ഓൾ ടേക്ക് കെയർ. I will see you with another video. Bye bye.